ഹേ ഗായ്സ്, അപ്പോൾ ഞങ്ങൾക്കിന്ന് തിരുവാതിര പ്രോഗ്രാം ഉണ്ടായിരുന്നേ. അതിന് വേണ്ടി ഞങ്ങൾ സെറ്റും മുണ്ട് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ സന്ധ്യാൻ്റെ വീട്ടിലോട്ട് നേരെ പോയായിരുന്നേ. അതിന് മുമ്പ് ഞങ്ങൾക്ക് ഞങ്ങളുടെ തിരുവാതിരയുള്ളൊരു ചേച്ചിയുടെ വീട്ടിലോട്ട് പോയായിരുന്നു സെറ്റും മുണ്ടും കൊടുക്കാൻ വേണ്ടി. അതൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് നേരെ വേണ്ട ഞങ്ങൾ സന്ധ്യാൻ്റെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സന്ധ്യാൻ്റെ ഞങ്ങളെ സെറ്റും മുണ്ടുമൊക്കെ ഉടുപ്പിച്ച് എന്നെ സെറ്റും മുണ്ടുമൊക്കെ ഉടുപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഗൈസ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടെ നിന്ന് എല്ലാവരോടും ടാറ്റാ ബൈ ബൈ പറഞ്ഞ് നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോയി. ഏകദേശം ഞാൻ തന്നെ ഒരുങ്ങിയതാണ്. അന്ന് അനുരാധ ഇല്ലായിരുന്നു തിരുവാതിര പ്രോഗ്രാമിന്. ഞാൻ തന്നെ ഒരുങ്ങിയാണ് ഗൈസ്. ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണം. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു ഒരുങ്ങിയത്. അതിനുശേഷം ഞങ്ങൾ നേരെ അവിടെ തിരുവാതിര നടക്കുന്ന സ്ഥലത്തോട്ട് പോയി. ഇവിടെ വള്ളംകളിയുണ്ട് ഗൈസ്. വള്ളംകളിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് തിരുവാതിര പ്രോഗ്രാം തന്നത്. ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ കൃഷ്ണൻ്റെ പള്ളിയോടം വരുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾക്കൊരു തിരുവാതിര പ്രോഗ്രാം കളിക്കണമെന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പോഴാണ് ഗൈസ് എല്ലാവർക്കും ദേഷ്യം വന്നത്. ഞങ്ങൾക്ക് തന്ന സ്ഥലം കണ്ടോ നിങ്ങൾ? ഒട്ടും കളിക്കാൻ ഞങ്ങൾക്ക് നല്ലൊരു ഇതില്ലായിരുന്നു ഞങ്ങൾക്ക് കളിക്കാൻ. പക്ഷെ ഞങ്ങൾ അങ്ങനെ കളിച്ചു. ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ സ്ഥലം ഇതായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് കളിച്ചെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്യാമറമാൻ ചേട്ടൻ പറഞ്ഞ് ഇവിടെ വെച്ച് ഞാൻ വീഡിയോ എടുത്തു തരാണ്ട് ഇവിടെ വന്ന് കളിയാൻ. പുഞ്ചയുടെ അടുത്തായിരുന്നേ. അപ്പോൾ ഇവിടെ വന്ന് പിന്നെ ഞങ്ങളൊന്ന് ചുമ്മാതെ കുറച്ച് നേരം വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഞങ്ങളിവിടെ വന്നിന്ന് കുറച്ച് പേരേ ഉള്ളായിരുന്നു. കുറച്ച് പേര് ഇവിടെ വന്നിരുന്ന് കുറച്ച് നേരം കളിച്ച്. ഇതാണ് ഞങ്ങൾക്ക് ആദ്യം തരാമെന്ന് പറഞ്ഞ സ്ഥലം. പിന്നെ അവരെന്തൊക്കെയോ ന്യായങ്ങളൊക്കെ പറഞ്ഞ് അവർ ഈ സ്ഥലം മാറ്റിയിട്ട് ഞങ്ങൾക്ക് അവിടെ ഒരു കൊച്ചു സ്പേസ് എന്ന് വെച്ചാൽ ഇടിച്ചിടിച്ചായിരുന്നു ഞങ്ങൾ കളിച്ചത്. ഒട്ടും ഇതില്ലാതെ ഞങ്ങൾ കളിച്ചത്. അതിനുശേഷം ഞങ്ങൾക്ക് ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. പൊറോട്ടയും വെജിറ്റബിൾ കറിയായിരുന്നു. ആ ഫുഡൊക്കെ കഴിച്ച് ഇവർക്ക് പനിയായതുകൊണ്ട് മൂഡ് ഓഫ് ആയിട്ടിരിക്കുമായിരുന്നേ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നല്ല പൊറോട്ടയൊക്കെ ആയിരുന്നു, പൊറോട്ടയും കറിയും. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ഞങ്ങളുടെ അമ്മയ്ക്കും സന്ധ്യേൻ്റെയും കിട്ടിയതാണ് അവലും പഴവും. കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കുഞ്ഞു കുഞ്ഞു ട്രോഫി വെച്ച് കിട്ടി. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാണ്. എല്ലാവർക്കും സന്തോഷമായി, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ആർക്കും കിട്ടായിരുന്നിട്ടില്ല. അത് കഴിഞ്ഞ് എല്ലാവരെയും കൊണ്ട് വിട്ട് ഞാനും അമ്മയും നേരെ വീട്ടിലോട്ട് വെച്ചാൽ അമ്മൂമ്മയുടെ അടുത്തോട്ട് പോകുമായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ ലക്കിക്കുട്ടനെ കണ്ടത്. അപ്പൂപ്പൻ ഇവിടെ ഇങ്ങനെ അവനെ റോഡിൽ ഇങ്ങനെ സവാരി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അമ്മൂമ്മയ്ക്കാണെങ്കിൽ നല്ല പനിയൊക്കെ ഉണ്ടായിരുന്നു. കാണാനും കൂടെ കയറിയാണ്. അപ്പോൾ അമ്മയെ കണ്ടപ്പോൾ നേരെ അമ്മയുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ കയറാൻ വേണ്ടി അടിയാണ് ഗൈസ്. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നു. വയ്യ, ഇതൊക്കെ ഒന്ന് ഊരിയിടണം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഇനി അടുത്ത വീഡിയോ കാണാം. ബായ്.